ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 IT പാർക്കുകളായ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക്, അതേപോലെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, കോഴിക്കോടുള്ള സൈബർ പാർക്ക്. ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലായിട്ട് ഒട്ടനവധി വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. സോ ഏതൊക്കെ കമ്പനികളിലായിട്ട് ഏതൊക്കെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്, അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് കോഴിക്കോട് സൈബർ പാർക്കിലെ വേക്കൻസീസ് നോക്കാം. കോഴിക്കോട് സൈബർ പാർക്കിൽ VIKN കോഡ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പം 3 തസ്തികയിൽ 3 പോസ്റ്റിലായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. .NET ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 0 to 1 ഇയർ ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അതായത് ഫ്രഷേഴ്സിനും 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. IT മേഖലയാണ്. 0 to 2 ഇയർ ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണത്. അതേപോലെ UI അഥവാ UX ഡിസൈനേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. 1 to 3 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു സമാന മേഖലയിൽ റെലവെന്റ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതേപോലെ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, ഇമെയിൽ ID മുതലായ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത്, മീൻസ് അപ്ലൈ ചെയ്യുന്നത്, അതുകൂടി ഒന്ന് സബ്ജക്ട് ടാഗിൽ മെൻഷൻ ചെയ്യുക. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റ് ആണ്. അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് സൈബർ പാർക്കിലെ IOCOD ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. 2 പൊസിഷനിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പ്രോജക്ട് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. 3+ ഇയർ ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ലറാവൽ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 3+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരുടെ ഇമെയിൽ ID വരുന്നത് ഇതാണ്, career@iocod.com എന്നാണ്. അവരുടെ ആ ഒരു ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള കോഡ് ലിങ്ക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ പൈത്തൺ ഡെവലപ്പറിന്റെയും റിയാക്ട് JS ഡെവലപ്പറിന്റെയും വേക്കൻസി വന്നിട്ടുണ്ട്. 3 to 6 ഇയർ ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻഫോ പാർക്ക് phase 2 ഇതിന്റെ ജോബ് ലൊക്കേഷൻ വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV careers@codelinks.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ ലൊക്കേഷനിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഫംഗ്ഷണൽ സപ്പോർട്ട് ഇംപ്ലിമെന്റ് അഥവാ ഇംപ്ലിമെന്റർ ട്രെയിനിയുടെ വേക്കൻസി ഉണ്ട്. വർക്ക് ലൊക്കേഷൻ വരുന്നത് നവി മുംബൈ ആണ്. എക്സ്പീരിയൻസ് ഫ്രഷേഴ്സ് ആണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. BCom കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേപോലെ ജൂനിയർ .NET ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ആണ്. എക്സ്പീരിയൻസ് 1 to 2 ഇയർ ആണ് ചോദിക്കുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ BCA ആണ്. അടുത്ത വേക്കൻസി സീനിയർ .NET ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. തൃശ്ശൂരിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂർ ഇൻഫോ പാർക്കിലാണ് ഈ വേക്കൻസി. എക്സ്പീരിയൻസ് 4 ഇയർ ചോദിക്കുന്നുണ്ട്. BTech, MCA, BCA കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. IT മേഖലയായ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവിലും വേക്കൻസി ഉണ്ട്. വർക്ക് ലൊക്കേഷൻ കൊച്ചി ഇൻഫോ പാർക്ക് ആണ്. 5 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. MBA ഇൻ മാർക്കറ്റിംഗ് ആണ് അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഈ ഒരു സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവിന് മെയിൻലി ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV HR@jupiterbs.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള അലയൻസ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. മെയിൻലി ഫിനാൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന വേൾഡിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അലയൻസ് എന്ന് പറയുന്നത്.
അവിടെ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വരുന്നുണ്ട്. ഈ വരുന്ന ജൂലൈ 6-നാണ് ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വരുന്നത്, ശനിയാഴ്ച. ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. കാരണം നിങ്ങളുടെ ഫസ്റ്റ് ജോബൊക്കെ ഒരു MNCയിൽ നിങ്ങൾക്ക് നേടാൻ കഴിയുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ നല്ല ജോലിയൊക്കെ നിങ്ങളുടെ റെസ്യൂമേൽ ഇതുപോലുള്ള ഒരു MNCയുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ നല്ല കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് വേക്കൻസി നോക്കാം. 2 പോസ്റ്റുകളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മോട്ടോർ ക്ലെയിംസ് ഹാൻഡ്ലറിന്റെ വേക്കൻസി ഉണ്ട്, അസോസിയേറ്റ് ക്ലെയിംസ് കോൺടാക്ട് സെന്ററിലും വേക്കൻസി ഉണ്ട്. രണ്ടും ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആണ് വരുന്നത്. രണ്ടിലും എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് നിർബന്ധമാണ്. മോട്ടോർ ക്ലെയിംസിൽ എക്സ്പീരിയൻസ് ഇൻ മോട്ടോർ ക്ലെയിംസ് ചോദിക്കുന്നുണ്ട്. അതേപോലെ അസോസിയേറ്റ് ക്ലെയിംസ് കോൺടാക്ട് സെന്ററിന് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു പൊസിഷനാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ആണ് ചോദിക്കുന്നത്. ജോബ് ലൊക്കേഷൻ വരുന്ന അലയൻസ് സർവീസസ് ട്രിവാൻഡ്രം ആണ്. അസോസിയേറ്റ് ക്ലെയിംസ് കോൺടാക്ട് സെന്ററിന് 0 to 5 year വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മോട്ടോർ ക്ലെയിംസ് ഹാൻഡ്ലറിന് ഈവൻ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ടെങ്കിലും ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ഓർ കാൻഡിഡേറ്റ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ മോട്ടോർ ക്ലെയിംസ് ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു പൊസിഷനിൽ 2 പൊസിഷനും അലയൻസിൽ ഇപ്പോൾ വിളിച്ച ഈ 2 പൊസിഷനും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫ്ലെക്സിബിൾ ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ് ആയിരിക്കണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം എന്നൊരു കാര്യം നിങ്ങൾ അവിടെ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. സോ ഇതിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്ലോട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടത്. കാരണം ദ ഈവന്റ് പാർട്ടിസിപ്പേഷൻ ഈസ് രജിസ്ട്രേഷൻ ബേസ്ഡ്, നോ വാക്കിൻസ്, ഡയറക്റ്റ് വാക്കിൻസിനെ അവർ കൺസിഡർ ചെയ്യുന്നതല്ല. രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിന് പങ്കെടുക്കേണ്ടത്. ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക, ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അതുവഴി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും വേക്കൻസീസ് ആണ് 3 IT പാർക്കുകളിലുമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. 3 IT പാർക്കുകളിലും ഫ്രഷേഴ്സിന് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള മികച്ച കമ്പനിയിൽ അല്ലെങ്കിൽ IT പാർക്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവായി അവരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.